അമ്മേ ശരണം. ഇന്ന് ഞാനിവിടെ പറയുന്നത് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ കീഴ്ക്കാവ് ഭദ്രകാളി പ്രതിഷ്ഠയ്ക്ക് പിന്നിലെ അത്ഭുതകരമായ ഐതിഹ്യത്തെക്കുറിച്ചാണ്. ഉള്ളുരുകി വിളിച്ചാല് ഓടിയെത്തുന്ന അമ്മയെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ചോറ്റാനിക്കര ക്ഷേത്രത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. എന്നാൽ അവിടുത്തെ കീഴ്ക്കാവ് ഭദ്രകാളി പ്രതിഷ്ഠയ്ക്ക് പിന്നിൽ ഭയം ജനിപ്പിക്കുന്നതും എന്നാൽ ഭക്തി നിറയ്ക്കുന്നതുമായ ഒരു വലിയ ഐതിഹ്യമുണ്ട്. ദുഷ്ടശക്തികളെ കാൽ കീഴിലാക്കിയ ചോറ്റാനിക്കര അമ്മ, ആ കഥയാണ് ഇന്ന് നമ്മൾ ഇവിടെ പങ്കുവയ്ക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പണ്ട് ചോറ്റാനിക്കരയും പരിസര പ്രദേശങ്ങളും വലിയ കാടുകളായിരുന്നു. അവിടെ കണ്ണപ്പൻ എന്ന പേരുള്ള ക്രൂരനായ ഒരു വേട്ടക്കാരൻ ജീവിച്ചിരുന്നു. മൃഗങ്ങളെ വേട്ടയാടുക എന്നത് മാത്രമല്ല, കാട്ടിൽ വഴിതെറ്റി വരുന്ന മനുഷ്യരെ പോലും ഉപദ്രവിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു അയാൾ. എന്നാൽ ഇത്രയും ക്രൂരനായ കണ്ണപ്പന് ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു മകളുണ്ടായിരുന്നു. ഒരു ദിവസം കണ്ണപ്പൻ കാട്ടിൽ വേട്ടയ്ക്ക് പോയപ്പോൾ അതിസുന്ദരിയായ ഒരു പശുക്കിടാവിനെ കിട്ടി. അതിനെ കൊന്ന് മാംസമെടുക്കാൻ അവൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ഇത് കണ്ട മകൾ കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ കൈകളിൽ പിടിച്ചു പറഞ്ഞു, അച്ഛാ, ഇതിനെ കൊല്ലരുത്, എനിക്ക് വളർത്താൻ തരണമെന്ന് അവൾ കെഞ്ചി പറഞ്ഞു. മകളുടെ കണ്ണീർ കണ്ട കണ്ണപ്പന്റെ മനസ്സ് ആദ്യമായി അലിഞ്ഞു. അവൻ ആ പശുവിനെ മകൾക്ക് നൽകി. പിറ്റേ ദിവസം രാവിലെ ഉണർന്ന കണ്ണപ്പൻ കണ്ടത് നെഞ്ചു തകർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. തൻ്റെ ജീവനായ മകൾ ചലനമറ്റു കിടക്കുന്നു. അവൾ മരണപ്പെട്ടിരിക്കുന്നു. മകളുടെ വേർപാടിൽ ഭ്രാന്തി പിടിച്ചതുപോലെ കരഞ്ഞ കണ്ണപ്പന് മുന്നിൽ അതാ ആ പശുക്കിടാവ് പ്രത്യക്ഷപ്പെടുന്നു. പക്ഷേ അത് വെറുമൊരു പശുവായിരുന്നില്ല, സാക്ഷാൽ ചോറ്റാനിക്കര അമ്മയായിരുന്നു അത്. കണ്ണപ്പന്റെ ക്രൂരതകൾ അവസാനിപ്പിക്കാൻ ദേവി എടുത്ത വേഷമായിരുന്നു അത്. തൻ്റെ മകളുടെ മരണത്തിന് കാരണം തൻ്റെ പാപങ്ങളാണെന്ന് കണ്ണപ്പൻ തിരിച്ചറിഞ്ഞു. അവൻ ദേവിയുടെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു മാപ്പപേക്ഷിച്ചു. കണ്ണപ്പന്റെ പശ്ചാത്താപത്തിൽ സംപ്രീതയായ ദേവി അവിടെ ശിലയായി മാറി അനുഗ്രഹം നൽകി. ഈ വിഗ്രഹമാണ് ചോറ്റാനിക്കരയിലെ മേൽക്കാവ് ഭഗവതി. ഇനി നമുക്ക് കീഴ്ക്കാവ് ഭഗവതി ഭദ്രകാളി അമ്മയുടെ വരവിനെ കുറിച്ച് അറിയാം. കാലങ്ങൾ കഴിഞ്ഞു. ഈ പ്രദേശത്ത് രക്തേശ്വരി എന്ന പേരുള്ള അതിശക്തയായ ഒരു യക്ഷി വസിച്ചിരുന്നു. നാട്ടുകാരെ മുഴുവൻ ഭയപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്ന ഈ യക്ഷിയെ തളയ്ക്കാൻ നാടിൻ്റെ കാവൽക്കാരായ മാന്ത്രികർക്ക് പോലും കഴിഞ്ഞില്ല. ഒടുവിൽ ഭക്തർ ചോറ്റാനിക്കര അമ്മയോട് പ്രാർത്ഥിച്ചു. തൻ്റെ മക്കളെ ഉപദ്രവിക്കുന്ന യക്ഷിയെ വധിക്കാൻ അമ്മ ഒടുവിൽ രൗദ്രരൂപിണിയായ ഭദ്രകാളിയായി അവതരിച്ചു. ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ കിഴക്കേ ഭാഗത്തുള്ള വലിയ കുളക്കരയിൽ വെച്ച് ദേവിയും യക്ഷിയും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം നടന്നു. ഒടുവിൽ മഹാകാളി ആ യക്ഷിയെ ചവിട്ടിപ്പിടിച്ച് ഭൂമിയിലേക്ക് താഴ്ത്തി ആ കുളത്തിലേക്ക് എറിഞ്ഞു. ആ യക്ഷിയെ ചവിട്ടി മെതിച്ച സ്ഥലത്താണ് ഇന്ന് നമ്മൾ കാണുന്ന കീഴ്ക്കാവ് ഭദ്രകാളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നും ചോറ്റാനിക്കരയിൽ വരുന്ന ഭക്തർ മേൽക്കാവിലെ അമ്മയെ തൊഴുത ശേഷം കീഴ്ക്കാവിലെ കാളിയെ കൂടി വണങ്ങുന്നത് മാനസിക വിഷമങ്ങളും ദോഷങ്ങളും ഉള്ളവർ കീഴ്ക്കാവിലെത്തി പ്രാർത്ഥിച്ചാൽ അമ്മ അത് മാറ്റിത്തരുമെന്നാണ് വിശ്വാസം. ഉള്ളൂരുകി വിളിക്കുന്ന ഭക്തർക്ക് മുന്നിൽ എന്നും അമ്മ തുണയായി ഉണ്ടാകും. ചോറ്റാനിക്കര അമ്മയുടെ ഈ ഐതിഹ്യം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യാനും മറക്കരുതേ. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നന്ദി.